പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ ഈ ഒരു മഴയാണ്. സ്കൂൾ തുറക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും നല്ല മഴയുള്ളൊരു സമയമാണ്. നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ടെറസെ കൃഷി, അതുപോലെ മഴമറയിലുള്ള കൃഷി, അത് പ്രത്യേകിച്ച് ഗ്രോ ബാഗിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നിരുന്നാലും നമ്മളത് മുടങ്ങാതെ നമുക്ക് വേണ്ടുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മഴക്കാലത്ത് ചെയ്യുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ അതും മറ്റ് കൃഷി പയറൊക്കെ ആണെങ്കിൽ കായ ഉണ്ടാകത്തില്ലെന്നേ ഉള്ളൂ, നമുക്കതിനകത്ത് ഇലയൊക്കെ പറിച്ചെടുക്കാം. അതുപോലെ ചീരവർഗ്ഗങ്ങളൊക്കെ എളുപ്പം ഉണ്ടാകും. ചീരയ്ക്കൊക്കെ മഴയും വെള്ളവും ഒക്കെ ഏറ്റവും നല്ലതാണ്. അപ്പം നമ്മൾ പച്ചച്ചീരയാണേലും അതുപോലെ ഒടിച്ചുകൂട്ടി ചീരയാണേലും ഈ പൊന്നങ്ങണ്ണി ചീരയൊക്കെ ധാരാളമായിട്ട് വളരുന്ന ഒരു സമയമാണ് ഈ മഴ സമയം എന്ന് പറയുന്നത്. പക്ഷേ വേനൽ സമയത്ത് ഈ പൊന്നങ്ങണ്ണി ചീരയ്ക്ക് നല്ല നിറമായിരിക്കും. മഴ സമയത്ത് അത് നല്ല പുഷ്ടിയായിട്ട് വളരും. വലിയ നിറം കാണത്തില്ല, പച്ച നിറം തന്നെയായിരിക്കും കൂടുതലുള്ളത്. എന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചീരച്ചേമ്പ് വെച്ച് പിടിപ്പിക്കാം. അങ്ങനെയൊക്കെ എന്താണ് ഈ ഒരു ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് എന്താണ് നമുക്ക് പറിക്കാൻ പറ്റുന്നത് എന്നുള്ള രീതി അനുസരിച്ച് വേണം നമുക്ക് കൃഷി ചെയ്ത് തുടങ്ങാൻ. പിന്നെ നല്ല വെയിലും ഈ ആഗസ്റ്റ് മുതലെന്ന് പറയുമ്പോഴത്തേക്കിന് പിന്നെ ഈ കൃഷിയുടെ ഒരു സീസണാകും. അപ്പം നമുക്ക് ചീരയും മറ്റ് എല്ലാ പച്ചക്കറികളും നമുക്ക് നട്ടു തുടങ്ങാം. സെപ്റ്റംബർ മാസം മുതൽ ശീതകാല പച്ചക്കറികൾ നമുക്ക് നട്ടു തുടങ്ങാം. അങ്ങനെയൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഈ ഒരു 2-3 മാസ കാലയളവിൽ നമുക്ക് ഏതാണ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് അതനുസരിച്ചുള്ള കൃഷികൾ നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പം കൂടുതലും പച്ചമുളകുള്ള ആൾക്കാർ കാണും. അപ്പം പച്ചമുളക് നമുക്ക് എപ്പോഴും നല്ല പച്ചമുളക് പറിച്ചെടുക്കാം. അതൊരു എളുപ്പത്തിൽ ഈ ചെറുതായിരിക്കുമ്പം തന്നെ, അതായത് ഒത്തിരി മൂപ്പാകാതെ നമ്മൾ പറിച്ചെടുത്താൽ കൂടുതലായിട്ട് നമുക്ക് തോരനിടാൻ പറ്റും. അതുപോലെ തോരന് വെക്കുമ്പോഴാണ് ഇത് കൂടുതൽ അരിഞ്ഞിടുന്നത്. അപ്പോൾ എരിവ് വളരെ കുറവുള്ള ടൈമിൽ പറിച്ചിട്ടാൽ കൂടുതൽ പച്ചമുളകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ആണെങ്കിൽ കണ്ണം പൊട്ടിമുളക് എന്ന് പറഞ്ഞൊരു മുളകുണ്ട്. കണ്ണം പൊട്ടിമുളകല്ല, അത് നല്ല എരിവാണ്. അതല്ല, അതൊരു പൊങ്ങൻ മുളകുണ്ട്. ആ മുളകിനധികം എരിവില്ല. അത് കൂടുതലായിട്ട് ചതച്ച് ഉള്ളിയൊക്കെ ഇട്ട് തോരൻ വെക്കുന്ന ഒരു സമയമുണ്ട്. എൻ്റെ കൊച്ചിലെയൊക്കെ ഞാൻ അങ്ങനെ അമ്മയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ മടിച്ചിരിക്കാതെ ഈ മഴ സമയത്ത് നമുക്ക് കൃഷി ചെയ്യാം. അങ്ങനെ എല്ലാവരും ചെയ്യണം. ഇപ്പം മഴമറയുള്ള ആൾക്കാർക്ക് എന്ത് വേണേലും അവിടെ ചെയ്യാം, വലിയ ശല്യം വരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് വെച്ചാൽ ഈ മഴ ടൈമിൽ കീടങ്ങളുടെ ബാധ വളരെ കുറവാണ്. കീടങ്ങൾ ഒത്തിരി ശല്യമില്ല. അപ്പം കീടങ്ങളില്ലാതെ നമുക്ക് ഈ വെണ്ടയൊക്കെ നന്നായിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. മഴ കൊണ്ടാലും വെണ്ടയ്ക്ക് ഒരു പ്രശ്നമില്ല. നല്ല ദൃഢമായിട്ട് ധാരാളം വെണ്ടയ്ക്ക ഉണ്ടാകുകയും ചെയ്യും ആ ടൈമിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കണം.